ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രിഞ്ചോൾ ഫ്രൈ ഉണ്ടാക്കിയാലോ? ഞങ്ങൾ അയൽക്കാർ സ്നേഹവും വിശേഷങ്ങളും ഒപ്പം വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളും പങ്കുവെക്കാറുണ്ട്. അങ്ങനെ കിട്ടിയതാണ് ഈ സുന്ദര കുട്ടപ്പന്മാരായ വഴുതനങ്ങ. നമുക്ക് 2 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഒട്ടും മൂത്തിട്ടില്ല, നല്ല ഫ്ലഷിയുമാണ്. വഴുതന മുറിച്ചാൽ എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ കളറെല്ലാം മാറും. അപ്പോൾ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 വലിയ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് മൂപ്പിക്കുക. മണമെല്ലാം വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് മുറിച്ചു വെച്ച വഴുതനങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പാൻ ഫുള്ളാണ്. ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ചുരുങ്ങിക്കോളും. നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കണം. നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ആക്കിയ ശേഷം വഴുതന അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 2 നുള്ളു ഉലുവയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം വേണം റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ മസാലക്കൂട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ പാനിന്റെ ചൂടിൽ അത് കരിഞ്ഞു പോകും. മസാല നല്ലപോലെ തണുത്ത ശേഷം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഈ മസാലയെല്ലാം നമ്മുടെ ബ്രിഞ്ചോളിൽ നല്ലപോലെ ഒന്ന് പിടിച്ചു വരട്ടെ. അടിപൊളിയായിട്ടില്ലേ? കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞരടി ഇട്ട ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉറപ്പാണ്, വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.